ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 3 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. ഫണ്ട് വിനിയോഗത്തിൽ ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റി. സംഗമത്തിന് സർക്കാരിന്റെ പണം ഉപയോഗിക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവ് ലംഘിക്കപ്പെട്ടുവെന്നും റിപ്പോർട്ട് പറയുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. വിഷ്ണു വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഈ 3 കോടി രൂപ ദേവസ്വം ബോർഡിന്റെ പണം എടുത്ത് അയ്യപ്പ സംഗമത്തിന് ചെലവാക്കിയെന്നാണ് ഓഡിറ്റ് കണ്ടെത്തിയത്. അതേ, ആഗോള അയ്യപ്പ സംഗമത്തിൽ നടത്തിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 3.4 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായതായാണ് ഓഡിറ്റ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിന് വേണ്ടി 1 രൂപ പോലും സർക്കാരിൽ നിന്നോ ദേവസ്വം ബോർഡിൽ നിന്നോ കൈപ്പറ്റാൻ പാടില്ലെന്ന് കോടതിയുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ഈ കർശന നിർദ്ദേശം ലംഘിച്ചു എന്നുള്ള സൂചനകളാണ് നിലവിൽ പുറത്തു വരുന്നത്. ഓഡിറ്റ് റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അയ്യപ്പ സംഗമത്തിന് വേണ്ട പണം സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താമെന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നത്. പക്ഷേ ആ അറിയിപ്പിനെയൊക്കെ ലംഘിക്കുന്ന തരത്തിലായിരുന്നു ഇപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അതോ ദേവസ്വം ബോർഡിൽ നിന്നോ യാതൊരു വിധത്തിലുള്ള പണമിടപാടുകൾ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നടത്തരുതെന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനമുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ചെറുക്കുന്ന രീതിയിലായിരുന്നു അയ്യപ്പ സംഗമം നടന്നത്. ഏകദേശം 3.4 കോടി രൂപയോളം ദേവസ്വം ബോർഡിന് നഷ്ടം വന്നിരിക്കുന്നു. ഏകദേശം 8 കോടി രൂപ ചെലവ് വരുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ തുക മുഴുവൻ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞോ എന്നതിൽ ഒരു വ്യക്തതയില്ല. ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നാണ് 3.4 കോടി രൂപ നൽകിയിരുന്നത്. ഈ 3.4 കോടി രൂപ ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്തത് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിന് ഏറ്റവും വലിയ ചട്ടലംഘനമാണ്. ഇന്ന് ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കും. പിന്നീടായിരിക്കും കോടതി ഇതിനെക്കുറിച്ചുള്ള പരാമർശം നടത്തുക. ശരി വിഷ്ണു.